വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മോർണിംഗ് ഒരു 7:30 ആയിട്ടുണ്ട്. പുറത്ത് വന്നപ്പം നല്ല മിസ്റ്റായിരുന്നു. അങ്കുവിനെ എണീപ്പിച്ചെടുത്തിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാൻ. നേരെ പോയി അങ്കുവിനെ എണീപ്പിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന അടുത്ത് തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ എണീറ്റ് നേരെ അങ്ങോട്ട് പോയി കഴിക്കാനായിട്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പം അങ്കുവിനെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടെ നോക്കിയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ ഞാൻ അങ്കുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് പുറത്തോട്ട് കൊണ്ടുവന്നു. അവിടെ ഇരുന്നിട്ട് അവന് കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പുറത്ത് കൊണ്ടുപോയി ഓരോന്ന് കാണിച്ചൊക്കെയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത്. പിന്നെ നേരെ റൂമിൽ വന്നിട്ട് പുറത്തോട്ട് പോകാൻ റെഡിയായി. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കർണാടക ഗാർഡൻ ആയിരുന്നു. Riyama, careful Raja. അത്യാവശ്യം വലിയ ഗാർഡൻ ആയിരുന്നു. അവിടെ കുറേ ദൂരം ഉണ്ടായിരുന്നു നടക്കാനായിട്ട്. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ഒരു കിടിലൻ സ്പോട്ടായിരുന്നു. കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ തണ്ടർ വേൾഡ് ആണ്. ഞങ്ങൾ ലേക്ക് റോഡ് വഴിയാണ് പോയത്. തണ്ടർ വേൾഡ് എത്തി. നേരെ ഞങ്ങൾ ടിക്കറ്റ് മേടിക്കാനായിട്ട് ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയി. അവിടെ വന്നിട്ട് 2 പാക്കേജ് ആയിരുന്നു, സൂപ്പർ കോംബോ, സ്പെഷ്യൽ കോംബോ. ഞങ്ങൾ സൂപ്പർ കോംബോയാണ് എടുത്തത്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ലൈനിൽ പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ ബാൻഡ് കെട്ടിത്തരും കയ്യിൽ. ഞങ്ങളുടെ ഏത് കോംബോയാണോ അതിൻ്റേതായിട്ടുള്ള ബാൻഡാണ് കെട്ടിത്തരുന്നത്. ബാൻഡൊക്കെ കെട്ടിയിട്ട് ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് ഐ ആണ്. അത് വന്നിട്ട് ക്യാമറ മ്യൂസിയം ആയിരുന്നു. അവിടെ വിൻറ്റേജ് ക്യാമറാസിൻ്റെ ഒരു വലിയ കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. ഇത് 1900 നിർമ്മിച്ച വേൾഡ്സ് ലാർജസ്റ്റ് ക്യാമറയാണ്. മമോത്ത് ക്യാമറ എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ അതൊക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ ഇൻഫിനിറ്റി മിററുള്ള റൂമിലോട്ട് പോയി. അടുത്ത് ഞങ്ങൾ നേരെ ട്രിക്ക് ഐയിലോട്ട് കയറി. അവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഫണ്ണും എൻ്റർടൈൻമെൻറ്റായിട്ട് ഈ പോയതിൽ തോന്നിയത്. കാരണം കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ വെച്ചിട്ട് എടുക്കാൻ പറ്റി. അങ്കുവിനെ വെച്ചിട്ടും ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. 3D ആർട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. സോ നമ്മൾ നിന്നിട്ട് ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സ്പേസ് ആയിരുന്നു അവിടെ. നെക്സ്റ്റ് ഞങ്ങൾ ബിഗ് ഫൂട്ടിൽ കയറി. അതൊരു ഡൈനോസർ പാർക്കായിരുന്നു. ഫസ്റ്റ് അകത്ത് കയറുമ്പോൾ തന്നെ സൈഡിലായിട്ട് കുറേ ഡൈനോസറിൻ്റെ പല പല സ്കെൽട്ടൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ടാണ് പാർക്ക് ഇരിക്കുന്നത്. വലിയൊരു ഏരിയ തന്നെ ആയിരുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കയറി വരുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബിൽഡിങ്സിൻ്റെ മോഡൽസ് വച്ചിട്ടുണ്ടായിരുന്നു.
അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അടുത്ത് പോയത് സ്നോ വേൾഡിലായിരുന്നു. കയറി പോകുമ്പോൾ എൻട്രൻസിൽ തന്നെ അകത്തേക്ക് പോകാനായിട്ടുള്ള ജാക്കറ്റ്സും ബൂട്ട്സും ഗ്ലൗസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് പോയത്. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. അങ്കുവിനൊട്ടും സ്യൂട്ടാവില്ല എന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത് ഞങ്ങൾ പോയത് 5D തിയേറ്ററിലോട്ടാണ്. അവിടെ ഞങ്ങൾക്ക് കയറാനായിട്ട് പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ചിൽഡ്രൻസ് ബിലോ 3 years അലൗഡ് അല്ല. അതുകൊണ്ട് ഞങ്ങളും കാണാനായിട്ട് നിന്നില്ല. ജസ്റ്റ് കയറി നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത് പോയത് റെയിൻ ഫോറസ്റ്റിലോട്ടാണ്. അതും ഫ്ലോപ്പായി. കയറിയപ്പോൾ തന്നെ സ്നേക്കൊക്കെ വന്ന് ഭയങ്കര സൗണ്ടൊക്കെ കേട്ടായിരുന്നു. ഞാനും പേടിച്ചു. അങ്കുവും ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി. പിന്നെ അങ്ങോട്ട് പോകാനായിട്ട് നിന്നില്ല. അടുത്ത് പോയത് വോർട്ടെക്സ് ഇല്യൂഷനിലോട്ടായിരുന്നു. അവിടെ ബേബീസ് അലൗഡ് ആയിരുന്നു. ആ ധൈര്യത്തിൽ അകത്തോട്ട് പോയപ്പം ഭയങ്കരമായിട്ട് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് കത്തുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അവനെ കൊണ്ടുപോയി അവന് തന്നെ തലകറങ്ങുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവൻ്റെ കണ്ണ് പൊത്തിയിട്ട് ഞങ്ങൾ എന്തായാലും കയറാമെന്ന് വെച്ചു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ അടുത്ത് കിഡ്സ് സോണിലോട്ട് പോയി. അവിടെ ആരും ഇല്ലായിരുന്നു. അവിടെ വർക്കിംഗ് ആയിരുന്നില്ല. ഞങ്ങൾ സീസൺ ടൈമാണ് പോയത്. പക്ഷെ എന്താണെന്നറിയില്ല, വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടായിരിക്കാം ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വെറുതെ അങ്കുവിനെ ഇരുത്തിയിട്ട് കുറച്ച് നേരം കളിക്കാൻ വിട്ടായിരുന്നു. അവന് കണ്ടപ്പോൾ തന്നെ അതിൽ കയറാൻ വേണ്ടിയിട്ട് അവൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണിച്ചായിരുന്നു. അത് കണ്ടിട്ട് വെറുതെ അവനെ ഇരുത്തി. എൻ്റെ അടുത്ത് തന്നെ ഒരു കഫറ്റേരിയ ഉണ്ടായിരുന്നു. പിന്നെ നേരെ അങ്ങോട്ട് പോയി ഞങ്ങളൊരു സാൻഡ്വിച്ചും പിന്നെ ഒരു സോഡ ലൈമും മേടിച്ചായിരുന്നു കഴിക്കാനായിട്ട്. ഞങ്ങൾക്ക് തണ്ടർ വേൾഡ് നഷ്ടമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അങ്കുവിനെ വെച്ചിട്ട് ഞങ്ങൾക്ക് കുറേയൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ചെറിയൊരു മണ്ടത്തരമായിപ്പോയി കാണിച്ചത്. കാരണം എല്ലാത്തിനും കൂടെ പേ ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അപ്പം നിങ്ങളാരെങ്കിലും ഊട്ടിയിൽ തണ്ടർ വേൾഡിൽ വരുവാണെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളതിന് മാത്രം ക്യാഷ് കൊടുത്ത് കയറിയാൽ മതി. അപ്പം ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുവാണ്. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അടുത്ത വ്ളോഗിൽ വരുന്നതാണ്. See you guys. Bye. Yeah.